നമസ്കാരം. പതിരും കതിരും. ആശുപത്രിയിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് മടങ്ങുമ്പോൾ മാർ ക്രിസോസ്റ്റം തിരുമേനിയോട് ഒരു നേഴ്സ് ആഗ്രഹം പറഞ്ഞു. തിരുമേനിയുടെ അനേകം കുരിശുമാലകളിലൊന്ന് എനിക്ക് തരണം. ഒരമൂല്യ വസ്തുവായി സൂക്ഷിക്കാനാണ്. തിരുമേനി സമ്മതിച്ചു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. മെത്രാന്മാരും അച്ഛന്മാരുമൊക്കെ കോടതി കയറുന്ന കാലമാണ്. ഈ കുരിശുമാലയെങ്ങും തെളിവായിട്ട് ഹാജരാക്കരുത്. പിണറായി വിജയൻ്റെ ആരോഗ്യവകുപ്പ് സന്തോഷപൂർവ്വം നിങ്ങൾക്ക് ചില സമ്മാനങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോകുമ്പോൾ വയറ്റിനുള്ളിൽ വെച്ച് തരും. അതൊരു അമൂല്യ വസ്തുവായി കണ്ട് എക്സ്റേ എടുത്ത് സൂക്ഷിച്ചു കൊള്ളണം എന്ന് കരുതി സർക്കാരിനെതിരെയുള്ള തെളിവായി ഹാജരാക്കരുത്. വീണ ജോർജിനെ അധിക്ഷേപിക്കരുത്. വീണയുടെ ഭരണത്തിന് കീഴിൽ രണ്ടാം കത്രികയും രോഗിയുടെ വയറ്റിനുള്ളിൽ കണ്ടെത്തിയതോടെ സിസ്റ്റം വീണ എന്ന പേരിനൊപ്പം കത്രിക വീണ എന്ന പേര് കൂടി ആയിക്കഴിഞ്ഞു. കച്ചബി വീണ, മോഹന വീണ എന്നൊക്കെയുള്ള വീണകൾക്കൊപ്പം ഇരിക്കട്ടെ ഒരു ഹരത്തിന് കത്രിക വീണ. വീണ ജോർജിൻ്റെ വസതിയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ തള്ളിക്കയറി റീത്ത് വെച്ച് പോലും. നോക്കണേ, പിണറായി വിജയൻ്റെ പോലീസും ഇൻ്റലിജൻസും ഒന്നും അക്കാര്യം മുൻകൂട്ടി അറിഞ്ഞതേയില്ല. സത്യത്തിൽ വീണ ജോർജിനെ കൊലയ്ക്ക് കൊടുക്കാനാണോ ഈ സർക്കാരിൻ്റെ തീരുമാനം? ഒരു റീത്ത് കണ്ടപ്പോൾ എന്തിനാണ് വീണയും ശിവൻകുട്ടിയും PK ശ്രീമതിയുമൊക്കെ ഇത്രമാത്രം അങ്ങ് ഭയപ്പെടുന്നത്? ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് നാളെ മറ്റുള്ളവർ അനുകരിച്ചേക്കാം എന്ന് കരുതി അങ്ങ് ആശ്വസിച്ചാൽ പോരെ. അല്പം കഴിയുമ്പോൾ റീത്ത് അങ്ങ് വാടിപ്പോകും. അത്രയേ ഉള്ളൂ കാര്യം. രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചതിൻ്റെ പേരിലല്ലേ ഈ സമരം നടന്നത്? അല്ല ശ്രീമതി, രക്തസാക്ഷി ഫണ്ട് മുഖ്യതിൻ്റെ കഥ പറഞ്ഞ് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഒരു പുസ്തകം ഇറക്കിയിരുന്നു. അതിൻ്റെ പേരിൽ അയാളുടെ വീടിന് മുമ്പിൽ ചെന്ന് നിങ്ങളുടെ പാർട്ടിക്കാർ ബോംബ് പൊട്ടിച്ചു. കൊച്ചു കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തി. ആ വീട്ടിൽ സ്ത്രീകളാരുമില്ലായിരുന്നോ? ആ പുസ്തകം ഏറ്റുവാങ്ങിയതിൻ്റെ പേരിൽ പ്രൊഫസർ MN വിജയൻ മാഷിൻ്റെ മകനായ VS അനിൽകുമാറിൻ്റെ വീടിന് മുമ്പിൽ റീത്ത് കൊണ്ടുവച്ചു. അതും മറന്നുപോയോ ശ്രീമതി? ആവശ്യമില്ലാത്തപ്പോൾ എല്ലാം കിടുങ്ങുന്ന ശ്രീമതി എന്താ ആ സ്ത്രീയുടെ വയറ്റിലെ കത്രിക കണ്ട് കിടുങ്ങാതിരിക്കുന്നത്? സ്ത്രീകൾക്കെതിരെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരുടെ സംസ്കാരശൂന്യമായ നടപടിയാണത്രേ റീത്ത് വയ്ക്കൽ. SFIക്കാർക്ക് അധ്യാപകരുടെയും പ്രിൻസിപ്പാലിൻ്റെയും കുഴിമാടം തീർക്കാം, അവരുടെ കസേര കത്തിക്കാം. അതിന് ദേശീയ ബേബി എന്താ പറഞ്ഞത്? ആർട്ട് ഇൻസ്റ്റലേഷൻ. അധ്യാപകൻ്റെ കസേരയിൽ റീത്ത് വെച്ചതും വാഴ വെച്ചതും കസേര കത്തിച്ചതും കാല് കണ്ടിക്കുമെന്ന് പറയുന്നതൊക്കെ കലാവിന്യാസങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ പിന്നെ കഥകിലിരിക്കുന്ന റീത്തും ഒരു കലാവിന്യാസമായി കണ്ടാൽ പോരെ ബേബി സാറിൻ്റെ സഖാക്കളെ? കരിങ്കൊടിയും കാക്കയും റീത്തും കണ്ടാൽ ഭയക്കുന്നയാളാണോ കപ്പിത്താൻ്റെ മാനസിക പുത്രിയായ വീണ ജോർജ്? ഇന്നലെ വീണയ ഡോക്ടർക്കെതിരെയാണ് സംസാരിച്ചതെങ്കിൽ ഇന്ന് പ്ലേറ്റ് മാറ്റി. ആ ഡോക്ടർ പറഞ്ഞതിന് ചുവട് പിടിച്ച് കത്രികയുടെ കാലപ്പഴക്കത്തെപ്പറ്റിയായി സംശയം. അത് ഉമ്മൻചാണ്ടിയുടെ തലയിൽ ചാരി. കനഗോലുവിൻ്റെ തന്ത്രമാണത്രേ ഇതെല്ലാം. നിങ്ങളുടെ കയ്യിലൊരു കിണർഗോലു ഉണ്ടല്ലോ, അയാളുടെ തന്ത്രങ്ങൾ എന്താ പിഴച്ചു പോകുന്നത്? സതീശൻ ഉപേക്ഷിച്ച കത്രിയാണെന്നും ഇപ്പോൾ പറയുന്നു. 50 വർഷം വയറ്റിൽ കത്രികയുമായി ജീവിച്ചാലും കുഴപ്പമില്ലെന്നായി ഡോക്ടർ ലളിതാംബിക. എൻ്റെ പൊന്നോ, വല്ലാത്തൊരു അംബികാവിലാസമായി പോയി ആ പ്രതികരണം. ഈ സർക്കാരിന് ചേരുന്ന ആളാണ് ഇവർ. 20 വർഷം മുമ്പ് വെച്ച കത്രിക ആകാമത്രേ അത്. എങ്കിൽ ഡോക്ടർ 10 സെൻറ്റിമീറ്റർ നീളമുള്ള 2 കത്രിക ഒന്നിച്ച് വിഴുങ്ങി വെള്ളം കുടിക്ക്. ഒരെണ്ണം വീണ ജോർജിനും കൊടുക്കണം. ഇത്തരം ഡോക്ടർമാരുടെ അരികിലാണ് വേദനയും താങ്ങിപ്പിടിച്ച് മനുഷ്യന്മാർ ചെല്ലുന്നത്. അവരുടെ ഒരു ചിരിയും സന്തോഷവുമൊക്കെ ഒന്ന് കാണണമായിരുന്നു. എന്തൊരു നിസ്സാരമാണ് അവർക്ക് ഈ കാര്യം. അവർക്ക് പൊളിറ്റിക്കലി വീണ ജോർജിൻ്റെ ചേച്ചിയാകാനുള്ള സകല യോഗ്യതയുമുണ്ട്. രോഗിയുടെ വയറ്റിൽ പണ്ടെങ്ങോ ഏതോ ഡോക്ടർ മറന്നു വെച്ച കത്രിക ഞാനെന്തിനാ എടുക്കുന്നേ എന്ന് കരുതിയ ആ ഡോക്ടറുടെ വിശാല മനസ്സ് കാണാതെ പോകരുത്. ഒരർത്ഥത്തിൽ നമ്മൾ അഭിനന്ദിക്കണം നമ്മുടെ മന്ത്രി വീണയെ. ശൈലജയുടെയോ ശിവകുമാറിൻ്റെയോ കാലത്ത് രോഗിയുടെ വയറ്റിലകപ്പെട്ട കത്രിക പോകും മുമ്പേ വീണയ്ക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞല്ലോ. സർക്കാർ ആശുപത്രിയിലെ പിഴവ് കൊണ്ട് കൈപോയ കുഞ്ഞിന് സതീശൻ കൃത്രിമ കൈ നൽകിയത് വീണയ്ക്കൽപ്പം ക്ഷീണമായി പോയി. രണ്ടാം കത്രിക കേസിൽ വീണ്ടും വീണ തകർന്നടിച്ചു. അത് യൂത്തന്മാർ ആയുധമാക്കിയതോടെ സതീശനെതിരെ തകർത്തടിക്കുകയാണ് വീണ ജോർജ്. ജനാധിപത്യ മര്യാദകളെപ്പറ്റിയൊക്കെ കമ്മികളും മന്ത്രിമാരും ശ്രീമതിയുമൊക്കെ നമ്മളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ മൃഗശാലയിലെ കാണ്ടാമൃഗങ്ങൾ ചിരിച്ചു കോട്ടുവായിടുകയാണ്. മുള്ളൻ പന്നികൾക്ക് രോമകർഷത്താൽ മുള്ളുകൾ പൊങ്ങി. ജിറാഫാണെങ്കിൽ നാക്കുകൊണ്ട് ചെവി ചൊറിയുകയാണ്. മുഖ്യന് തങ്ങളെ ഇഷ്ടമല്ലാത്തതിനാൽ കേരള തീരം വിട്ടുപോയ ചൂരകൾ പരിഹാസത്തോടെ ഇപ്പോൾ തിരിച്ചു വരികയാണ്. ഈ സർക്കാരിൻ്റെ പ്രവൃത്തികൾ കണ്ട് മലർന്നു കിടന്ന് ചിരിക്കാൻ.
വീണ ജോർജിന്റെ കഥകിൽ ആരോ റീത്ത് വെച്ചതോടെ ഇത് കോൺഗ്രസിനുള്ള റീത്താണെന്നായി വീണ ജോർജ്. ജനം കോൺഗ്രസിന് റീത്ത് വെച്ച് കഴിഞ്ഞത്രേ. പിണറായി ഉണ്ടാക്കിയ റോഡിലൂടെ വന്നാണ് യൂത്തന്മാരായ നിങ്ങൾ എൻ്റെ വീട്ടിൽ റീത്ത് വെച്ചത് എന്നുകൂടി പറയണമായിരുന്നു.